ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ കുബൂസാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇതുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. കുബൂസ് ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും, 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചിട്ട് 1 മണിക്കൂർ അതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 കപ്പ് ഇളം ചൂടുവെള്ളമാണ്. നമുക്കിതൊഴിച്ച് നല്ലതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ നമ്മളിത് കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇച്ചിരി ഓയിലൊന്ന് തടവി കൊടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്ത ഈ മാവ് നമുക്ക് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് നോക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം. പഞ്ഞി പോലെ ആയിരിക്കുകയാണ്. നമുക്കിത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് പരത്താം. നാല് ഉരുളകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചില കട്ടിയിൽ വേണം നമ്മളിത് പരത്തേണ്ടത്. നല്ല സോഫ്റ്റാണിത്. ഇനി നമുക്കിത് ഒരു ഷേപ്പിനും കൂടെ നല്ലതായിട്ടൊന്ന് എടുക്കാം. കണ്ടോ? ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. നമ്മളെല്ലാം പരത്തിയെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കിനി ഒന്ന് നല്ലപോലെ ചൂടായ തവയിൽ നമുക്കിതിട്ട് കൊടുക്കാം. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കത് എടുക്കുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് റെഡി ആയിരിക്കുകയാണ്. ചെറിയ തീയിൽ തിരിച്ചും മറിച്ചും ഇട്ടെടുക്കണം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള കുബൂസാണ്. കണ്ടോ? നമുക്കെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ചെറുതായതുകൊണ്ട് നമുക്ക് 2-3 എണ്ണമൊക്കെ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കെടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ കുബൂസ് റെഡി ആയിരിക്കുകയാണ്. ഈ നോയമ്പ് സമയത്ത് നമുക്കിത് എല്ലാ വീടുകളിലും ഉണ്ടാക്കാവുന്നതാണ്. ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടി എൻ്റെ ചാനലിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.